ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള കുറച്ച് കിച്ചൺ ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടിപ്പ് നോക്കാം. ഇതുപോലെ നമ്മൾ പാത്രം കഴുകാനൊക്കെ ഉപയോഗിക്കുന്ന സോപ്പ് നമ്മൾ പാത്രത്തിലൊക്കെ വെച്ചിട്ട് നമ്മളത് വെച്ച് കഴുകുന്ന സമയത്ത് 1-2 ദിവസം കഴിയുമ്പോൾ അത് വെള്ളമൊക്കെ വീണ് അലുത്തിട്ട് സോപ്പൊക്കെ വല്ലാണ്ടാവും. അതുപോലെ തന്നെ അത് അലുത്ത് പോവുകയും കുറേ സോപ്പ് നമുക്ക് വേസ്റ്റായി പോവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ കുറേ ദിവസം കൂടുതൽ ഉപയോഗിക്കേണ്ട സോപ്പൊക്കെ പെട്ടെന്ന് തന്നെ തീർന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനും സോപ്പ് വേസ്റ്റ് ആവാതിരിക്കാനും വേണ്ടി ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. നമ്മൾ ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് ഒരു 3-4 റബ്ബർ ബാൻഡ് എടുത്തിട്ട് നമ്മൾ സോപ്പ് വയ്ക്കുന്ന പാത്രത്തിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ക്രോസായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ആ സോപ്പ് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളിത് വെച്ചിട്ട് പാത്രങ്ങളൊക്കെ കഴുകുകയാണെങ്കിൽ വെള്ളം വീണാൽ അലുത്ത് പോകുന്ന ആ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല കേട്ടോ. അപ്പം നമ്മൾ 2 ആഴ്ചയൊക്കെ ഉപയോഗിക്കേണ്ട സോപ്പ് നമുക്ക് അതിൽ കൂടുതലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം നല്ലൊരു ടിപ്പാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അടുത്ത ടിപ്പ് നോക്കാം. ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കോഫി പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വേണ്ടത് കർപ്പൂരമാണ്. അപ്പോൾ ഒരു കർപ്പൂരം ഒന്ന് കൈകൊണ്ട് പൊടിച്ചിട്ട് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്നിത് ഒരു പേസ്റ്റ് രൂപത്തിൽ നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായിട്ടൊരു പേസ്റ്റ് രൂപത്തിൽ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ള നമ്മുടെ വഴനയിലയാണ്, ബേ ലീഫ്. നമ്മൾ ബിരിയാണിയിലൊക്കെ ഇടുന്ന ഒരു ഇലയുണ്ടല്ലോ, കറുകപ്പട്ടയുടെ ഇല. അപ്പോൾ ആ ഒരു ഇല എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളിത് തേച്ച് കൊടുക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഈ പേസ്റ്റ് ഫുള്ള് നമ്മൾ വഴനയിലയിലേക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കാം. ഇത് ഫുള്ള് തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല വെയിലത്ത് വെച്ചിട്ട് ഇത് നമുക്കൊന്ന് ഉണക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് വെയിലത്ത് വെച്ചിട്ട് ഇപ്പോൾ ഉണക്കിയെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, നമ്മൾ സന്ധ്യാസമയത്ത് ഈ ഒരു ഇല ഇങ്ങനെ കത്തിച്ച് വെക്കുകയാണെങ്കിൽ വീടിനുള്ളിലേക്ക് വരുന്ന കൊതുകിൻ്റെ ശല്യം നമുക്ക് ഒരുപാട് കുറയ്ക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വീടിനുള്ളിൽ നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും നമുക്കുണ്ടാവുക കേട്ടോ. അതുപോലെ തന്നെ രാത്രി നമ്മൾ അടുക്കള ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ബേ ലീഫ് ഇങ്ങനെ നമ്മൾ കത്തിച്ച് വെച്ചിട്ട് ഉറങ്ങാൻ പോവുകയാണെങ്കിൽ നല്ലൊരു ഇതിൻ്റെ ഒരു പുകയൊക്കെ വരുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും നമ്മുടെ കിച്ചണിലൊക്കെ. നെഗറ്റീവ് എനർജി എല്ലാം പോയിട്ട് നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത ടിപ്പ് നമുക്ക് നോക്കാം. ഞാനിവിടെ കുറച്ച് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. തിളച്ചു അതിലേക്ക് നമ്മൾ കുറച്ച് തേയിലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, നമ്മുടെ ചായപ്പൊടി. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വെട്ടി തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് തിളച്ച് വന്നു. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചൂട് ആറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്ക് കർപ്പൂരമാണ്. അപ്പോൾ ഞാനൊരു 2 കർപ്പൂരം കൈകൊണ്ട് ഒന്ന് പൊടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ആക്കിയിട്ട് ഈ വെള്ളം നമുക്കൊരു സ്പ്രേ ബോട്ടിലാക്കി കൊടുക്കാം കേട്ടോ. സ്പ്രേ ബോട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇതില്ലാന്നുണ്ടെങ്കിൽ സാധാ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലോ ഒഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ അടപ്പിന് ചെറിയ ഹോൾസൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ വീട്ടിൽ നമുക്ക് കൗണ്ടർ ടോപ്പിലൊക്കെ ഇത് ഒഴിച്ചു കൊടുത്തിട്ട് തുടച്ചു വിടുകയാണെങ്കിൽ രാത്രി ഇറങ്ങി വരുന്ന പാറ്റയുടെയും പല്ലിയുടെ ശല്യമൊക്കെ നമുക്ക് ഒരുപാട് കുറയ്ക്കാൻ പറ്റും കേട്ടോ. അതുപോലെ നമ്മുടെ വീട്ടിൽ പല്ലി ശല്യം ഏത് ഭാഗത്താണോ കൂടുതലുള്ള അവിടെയൊക്കെ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. കൂടുതലും നമ്മുടെ കിച്ചണിലെ ഗ്യാസ് സ്റ്റൗവിൻ്റെ അടിയിൽ, അതുപോലെ തന്നെ ഡോറിൻ്റെ ബാക്കിൽ, കട്ടൻ്റെ പിറകിൽ, ഫ്രിഡ്ജിൻ്റെ സൈഡിൽ അങ്ങനെയൊക്കെ വന്നിരിക്കാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്കിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ആ പ്രദേശത്തേക്ക് പല്ലിയുടെ ശല്യം ഉണ്ടാവത്തേ ഇല്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്മെല്ലടിച്ചിട്ട് പിന്നെ പല്ലി വരത്തില്ല. അപ്പം നല്ലൊരു ടിപ്പാണ് ഈ തേയിലപ്പൊടി ഉപയോഗിച്ചിട്ടുള്ള. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.